നമസ്കാരം. വി ക്യാൻ ഐ ക്യാൻ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന മോട്ടോ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഈ പശ്ചാത്തലത്തിൽ അറിയാം RCC എന്ന വിഷയവുമായാണ് ഫോർ ദ പീപ്പിൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി തിരുവനന്തപുരത്ത് സ്ഥാപിച്ച സ്വതന്ത്രാധികാര അർബുദ ചികിത്സാ കേന്ദ്രമാണ് റീജിയണൽ ക്യാൻസർ സെന്റർ. കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നടപ്പിലാക്കുന്ന ദേശീയ അർബുദ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ഭാരതത്തിൽ ഒട്ടുക്ക് പ്രവർത്തിക്കുന്ന 26 കേന്ദ്രങ്ങളിൽ ഒന്നാണ് RCC. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് RCC പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ റേഡിയോ തെറാപ്പി വകുപ്പിന്റെ വിപുലീകരിക്കപ്പെട്ട വിഭാഗമായാണ് ഇത് നിലവിൽ വന്നത്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റീജിയണൽ ക്യാൻസർ സെന്റർ ലോകത്തെവിടെയും കിട്ടുന്ന ചികിത്സകൾ ലഭ്യമാക്കി കേരളത്തിന് അഭിമാനമായി മാറി. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും ഏറ്റവും പ്രധാന ഗവേഷണ പങ്കാളിയാണ് RCC. രോഗികളായി ഇവിടെ എത്തുന്നവരിൽ 60% പേർക്കും തീർത്തും സൗജന്യമായും മധ്യവർഗ സാമ്പത്തിക ശേഷിയുള്ള 29% പേർ സബ്സിഡി നിരക്കിലും ചികിത്സ നേടുന്നു. ക്യാൻസർ രോഗചികിത്സാ രംഗത്ത് ലഭ്യമാകുന്ന എല്ലാ ചികിത്സാ രീതികളും ഇവിടെയും ലഭ്യമാണ്. റേഡിയേഷൻ ചികിത്സ, സർജറി, ഹോർമോൺ ചികിത്സ തുടങ്ങിയവയ്ക്കായി ദിനംപ്രതി 2000-ലധികം രോഗികൾ ഇവിടെ എത്തുന്നു. 2 ലക്ഷത്തോളം പഴയ രോഗികൾക്ക് പുറമെയാണിത്. ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ലോകമെമ്പാടും. ജനങ്ങളുടെ ഇടയിൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധനം എത്തിക്കാൻ വേണ്ടിയാണ് ഫെബ്രുവരി 4 എല്ലാ വർഷവും വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. ഈ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിവെൻഷന് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ഹാബിറ്റ്സാണ്. ക്യാൻസർ രോഗ ചികിത്സാ രംഗത്ത് കേരളത്തിൽ അതിനൂതന ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി 1981 തിരുവനന്തപുരത്ത് സ്ഥാപിതമായതാണ് RCC. ഒരു വർഷത്തിനകം 3000 അർബുദ രോഗബാധിതർ ചികിത്സ തേടിയെത്തി. 84 ഭാരതത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡിവിഷൻ സ്ഥാപിതമായി. എറണാകുളത്ത് ക്യാൻസർ നിർണയ പരിശോധന ഉപകേന്ദ്രവും നിലവിൽ വന്നു. 87 പാലക്കാട്ട് ഉപകേന്ദ്രം സ്ഥാപിച്ചു. 88 ഗ്രാമീണ തലത്തിൽ ക്യാൻസർ നിയന്ത്രണ ബോധവൽക്കരണ പദ്ധതി ആവിഷ്കരിച്ചു. 89 മെഡിക്കൽ കോളേജ് വളപ്പിൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചു. 90 വേദനസംഹാരിയായ മോർഫിൻ ലായനി നിർമ്മാണം ആരംഭിച്ചു. രാജ്യത്ത് ആദ്യമായിട്ടാണ് മോർഫിൻ നിർമ്മാണം തുടങ്ങിയത്. 92 എറണാകുളം ജില്ലയിൽ ജില്ലാതല ഉപകേന്ദ്രം തുടങ്ങി. ഇങ്ങനെ നീളുന്നു RCCയുടെ ചരിത്രം. 1993 വേദനരഹിത നെറ്റ്വർക്കിംഗ് ആവിഷ്കരിച്ച RCC 94 കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലും 95 കണ്ണൂരിലും 2000 പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിലും ക്യാൻസർ നിർണയ ഉപകേന്ദ്രം തുടങ്ങി. 98 പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 2001 ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തന മികവിന് ഡയറക്ടറായിരുന്ന പ്രൊഫസർ M. കൃഷ്ണൻ നായർക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2007 മോർഫിൻ ഗുളിക നിർമ്മാണ കേന്ദ്രം സ്ഥാപിച്ചതോടെ ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യ കേന്ദ്രമെന്ന ബഹുമതി ലഭിച്ചു. 2008 മജ്ജമാറ്റിവയ്ക്കൽ യൂണിറ്റ് കമ്മീഷൻ ചെയ്തു. 2011 MCAയുടെ അംഗീകാരമുള്ള സർജിക്കൽ ഓങ്കോളജിയും മെഡിക്കൽ ഓങ്കോളജിയും ഇവിടെ പ്രവർത്തനം തുടങ്ങി. ക്യാൻസർ നിർണയത്തിനുള്ള സൗകര്യം മജ്ജമാറ്റിവയ്ക്കൽ, ഹൈഡ്രോസ്കീമോ തെറാപ്പി, ലേസർ തെറാപ്പി, ലിംഫ് സാൽവേജ് സർജറി, അവയവ പുനർനിർമ്മാണ ശസ്ത്രക്രിയ, വൈക്കോ വാസ്കുലാർ ടിഷ്യൂ ട്രാൻസ്ഫർ, എൻഡോസ്കോപ്പിക് സർജറി തുടങ്ങി നിരവധി ക്യാൻസർ ചികിത്സകളും ഇവിടെ ലഭ്യമായി തുടങ്ങി. RCCയിലെത്തുന്ന BPLകാർക്ക് പൂർണ്ണമായും സൗജന്യമായ ചികിത്സ ലഭിക്കും. ഇതുകൂടാതെ കേരള സർക്കാരിന്റെ സുഹൃതം പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, രാഷ്ട്രീയ ആരോഗ്യനിധി, മെഡിക്കൽ അസിസ്റ്റന്റ് ടു ദ പുവർ, പട്ടികവർഗക്കാർക്കുള്ള പദ്ധതി തുടങ്ങിയ ക്ഷേമ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ക്യാൻസർ രോഗികൾക്ക് ഉള്ളതെന്നുള്ളതാണ്. 2 തരം ആനുകൂല്യങ്ങളുണ്ട്. ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, 2 കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ചിസ് കാർഡ് സാധാരണ ഈ എല്ലാവരുടെയും കയ്യിൽ അവരുടെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് ലഭ്യമാകുന്ന ചിസ് കാർഡ് കാണും. ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ്, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡ് കാണും. അത് RCCയിൽ വരുമ്പോൾ ആ കാർഡിൻ്റെ വില 70,000 രൂപയായിട്ട് വർദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാർഡുള്ള ഒരാൾ RCC വരികയാണെങ്കിൽ 70,000 രൂപയുടെ ചികിത്സ അന്നേരം തന്നെ ലഭ്യമാകും. മറ്റൊന്ന് BPL വിഭാഗത്തിൽപ്പെട്ട രോഗികളെ സംബന്ധിച്ചാണ്.
BPL കാർഡ് ഉടമകളായിട്ടുള്ളവർ RCC വരികയാണെങ്കിൽ അവർക്ക് 3 ലക്ഷം രൂപയുടെ ചികിത്സ സൗജന്യമായി സുകൃതം എന്ന പദ്ധതി പ്രകാരം ലഭ്യമാകും. അതിന് നടപടിക്രമങ്ങളൊന്നും തന്നെയില്ല. RCCയിൽ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥർ, ഇപ്പം പബ്ലിക് റിലേഷൻസ് ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ റേഷൻ കാർഡും അതിൻ്റെ കോപ്പിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ 3 ലക്ഷം രൂപയുടെ ചികിത്സ അവർക്ക് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതായിരിക്കും. ഇനിയും BPL കാർഡ് ഇല്ലാത്ത APL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ചില ആനുകൂല്യങ്ങളുണ്ട്. പക്ഷേ അവരുടെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയായിരിക്കണം. അങ്ങനെ APL വിഭാഗത്തിൽപ്പെട്ട 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ ചികിത്സ സൗജന്യമായിട്ട് കിട്ടും. അതിനുള്ള അപേക്ഷാ ഫോം, അതിനുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് തന്നെ RCC നിന്ന് കൊടുക്കുന്നതാണ്. അത് കൊടുത്ത് അതാത് ജില്ലാ ഓഫീസിൽ, കാരുണ്യയുടെ അതായത് ലോട്ടറിയുടെ ജില്ലാ ഓഫീസിൽ പോയി ഞങ്ങൾ RCCന് കൊടുക്കുന്ന അപേക്ഷ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ആ പണം രോഗിക്ക് വേണ്ടി RCCയിലേക്ക് അവർ കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിൽ നിന്ന് നൽകുന്നതായിരിക്കും. അതുപയോഗിച്ച് രോഗിക്ക് ചികിത്സയെടുക്കാം. എത്ര പേർക്ക് RCC നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് അറിയാം? നേരിട്ട് RCCയിലെത്തി അന്വേഷിച്ചാൽ ഇവയെല്ലാം വ്യക്തമാകുന്നതേയുള്ളൂ. വെറും 500 രൂപ മുതൽ BPL APL അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുള്ള സഹായം RCCയിൽ ലഭ്യമാക്കുവാൻ ഇവിടുത്തെ അധികൃതർ തയ്യാറാണ്. APL BPL വ്യത്യാസമില്ലാതെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയും ലഭിക്കും. കൂടാതെ പാവപ്പെട്ടവരെ സഹായിക്കാനായി പുവർ പേഷ്യന്റ് വെൽഫെയർ ഫണ്ടിലേക്ക് പൊതുജനങ്ങൾക്ക് സംഭാവനകൾ നൽകാം. ഇത്തരം സംഭാവനകൾക്ക് ആദായ നികുതി ഇളവ് ലഭിക്കും. കിഡ്സ് വെൽഫെയർ ഫണ്ടിലേക്ക് നൽകുന്ന തുക കുട്ടികളുടെ ചികിത്സയ്ക്കും അവരുടെ പുനരധിവാസത്തിനും ഉപയോഗിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ഇല്ലാത്ത എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വരുമാന പരിധി കൂടാതെ തന്നെ ചികിത്സ 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കൊടുക്കുന്ന ക്യാൻസർ സുരക്ഷാ പദ്ധതി RCC ലഭ്യമാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ആ പദ്ധതി കിട്ടുകയില്ല. 18 വയസ്സ് ആകുന്നതിന് വരെയുള്ള കുട്ടികൾക്ക് ഈ ചികിത്സ സൗജന്യമായിട്ട് കിട്ടും. പക്ഷേ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ജീവനക്കാരായിട്ടുള്ളവരുടെ മക്കൾക്ക് അതുപോലെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ഉള്ളവർക്കൊന്നും കിട്ടുകയില്ല. ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അത് കിട്ടാനുള്ള സൗകര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി പട്ടിക വർഗത്തിൽപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ളതാണ്. പട്ടിക ജാതിയല്ല, പട്ടിക വർഗത്തിൽപ്പെട്ട രോഗികൾക്ക് RCCയിൽ അവരുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ അടുത്തു നിന്നോ തഹസീൽദാരുടെ അടുത്തു നിന്നോ ഒക്കെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ചികിത്സയും പരിപൂർണ്ണ സൗജന്യമായിട്ട് കിട്ടുന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. RCC ഒരു റഫറൽ സെന്റർ ആയതിനാൽ നേരിട്ട് ഇവിടെ ചികിത്സയ്ക്ക് എത്താനാകില്ല. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നും ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ നിന്നും കത്തും ക്യാൻസർ രോഗിയാണെന്ന് തെളിയിക്കുന്ന ആധികാരിക രേഖയും സഹിതം ആശുപത്രി OPയിലെത്തിയാൽ സന്ദർശനത്തിനുള്ള തീയതിയും ടോക്കണും അപ്പോയിന്റ്മെന്റും നൽകും. രോഗികൾക്കാവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുവാൻ PRO വിഭാഗം പ്രവർത്തിക്കുന്നു. രോഗികൾക്കും ബന്ധുക്കൾക്കും കൗൺസിലിംഗിനും ചികിത്സയ്ക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾക്കും പുറമെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും വിശദമായി പറഞ്ഞുകൊടുക്കുവാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്യാൻസർ ചികിത്സ ചെലവേറിയതാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഇത് തകർക്കും. അതൊഴിവാക്കാൻ ക്യാൻസർ കെയർ ഫോർ ലൈഫിൽ അംഗമായി ചേരാം. 500 രൂപയ്ക്ക് ആജീവനാന്ത ക്യാൻസർ സുരക്ഷാ പദ്ധതിയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. വെറും 500 രൂപയ്ക്ക് 50,000 രൂപയുടെ ആജീവനാന്ത ക്യാൻസർ പരിരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള പദ്ധതിയാണിത്. കുടുംബത്തിലെ ഒരംഗത്തിന് 500 രൂപ കൊടുത്താൽ 50,000 രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കും. 1000 രൂപയ്ക്ക് 1 ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കും. 1500 രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയുടെ ചികിത്സയും 2000 രൂപ മുടക്കിയാൽ 2 ലക്ഷം രൂപയുടെ ചികിത്സയും 10,000 രൂപ മുടക്കിയാൽ 5 ലക്ഷം രൂപയുടെ ചികിത്സയും ലഭിക്കും. ഇത് ഒറ്റത്തവണ മാത്രം അടച്ചാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രോഗികൾക്ക് സഹായം കിട്ടും. സാധാരണ 2 ലക്ഷം രൂപ, ചില സാഹചര്യങ്ങളിൽ അതിൽ കൂടുതലും തുക കിട്ടാനുള്ള സംവിധാനമുണ്ട്. അത് ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്ന്, ഇപ്പോൾ RCC ആണ്, RCC നിന്ന് ചികിത്സയുടെ ചെലവ് കണക്കാക്കുന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കൂടാതെ തഹസീൽദാരുടെ ഭാഗത്തു നിന്ന് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇംഗ്ലീഷ് തയ്യാറാക്കിയ അപേക്ഷയും ഫോട്ടോഗ്രാഫും സഹിതം പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്താൽ 2 ലക്ഷം മുതലുള്ള തുക അവർക്ക് രോഗിയുടെ പേരിൽ അല്ലെങ്കിൽ ആശുപത്രിയുടെ പേരിലേക്ക് അനുവദിക്കാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി രാഷ്ട്രീയ ആരോഗ്യ നിധി എന്ന് പറയുന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ്. അതും 2 ലക്ഷം രൂപ രോഗികൾക്ക് കിട്ടാനുള്ള സംവിധാനമുണ്ട്. അതായത് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ
രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചികിത്സ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പണ്ട് നമുക്കറിയാം, ഒരു വർഷങ്ങൾക്ക് മുമ്പ് രോഗികൾ നിരാധാരരായി തീർന്ന, ക്യാൻസർ രോഗ ചികിത്സ മൂലം നിരാധാരരായി തീർന്ന അനേകം രോഗികളുടെ കഥകൾ നമുക്കറിയാം. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരം രോഗികൾക്ക് ചികിത്സ സൗജന്യമായിട്ട് കിട്ടുന്ന അവസരങ്ങൾ ഇപ്പോഴുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. കേരളത്തിൽ ദിനംപ്രതി ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അധികാരികളും അന്വേഷകരും കുഴങ്ങുകയാണ്. എന്താണ് ഇതിന് കാരണം? അന്വേഷണം ഒരു വഴിക്ക് അങ്ങനെ നീങ്ങുന്നു. പക്ഷേ ഫലപ്രദമായ ചികിത്സയിലൂടെ 60% ക്യാൻസർ രോഗികളെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന പ്രസ്താവനയാണ് RCC നൽകുന്നത്. റീജിയണൽ ക്യാൻസർ സെന്റർ ഒരുപക്ഷെ കേരളത്തിന്റെ അഭിമാനം. ക്യാൻസർ രോഗികൾ അല്ലാത്തതും നേരത്തെ ക്യാൻസർ ബാധിച്ചിട്ടില്ലാത്തതുമായ ഏതൊരു പൗരനും ഈ പദ്ധതിയിൽ അംഗമാകാം. അംഗത്വമെടുത്ത് 2 വർഷം കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കും. അപേക്ഷാ ഫോറം RCCയിൽ നിന്ന് നേരിട്ടോ തപാലിലോ ലഭ്യമാണ്. www.rcctrivandrum.org എന്ന വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് അംഗത്വമെടുക്കാം. അംഗത്വ ഫീസ് RCC ക്യാഷ് കൗണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 3:30 വരെ പണമടച്ച് അംഗമാകാം. ക്യാൻസർ കെയർ ഫോർ ലൈഫ് അക്കൗണ്ട് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം എന്ന പേരിൽ DDO ചെക്കോ സഹിതം ഡയറക്ടർ, റീജിയണൽ ക്യാൻസർ സെന്റർ, മെഡിക്കൽ കോളേജ് PO, ട്രിവാൻഡ്രം 11 എന്ന വിലാസത്തിൽ തപാലിലും അപേക്ഷ സമർപ്പിക്കാം. വാർഷിക പ്രീമിയം അടയ്ക്കേണ്ട എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു സവിശേഷത. 2 വർഷത്തിന് ശേഷം ആജീവനാന്ത സംരക്ഷണം ലഭിക്കും. അംഗത്വമായി ചേരുന്നതിന് യാതൊരുവിധ വൈദ്യപരിശോധനയും ആവശ്യമില്ല. ഇതിൽ ചേർക്കുന്നതിന് ഏജന്റുമാരോ ഇടനിലക്കാരോ ഇല്ല. 047125222324, 0471252288 എന്നീ RCCയിലെ ഫോൺ നമ്പറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ചികിത്സയ്ക്കായി വിവിധ വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനമാണ് നടക്കുന്നത്. അനസ്തേഷ്യോളജി, ക്യാൻസർ റിസർച്ച്, ക്ലിനിക്കൽ ലബോറട്ടറി സർവീസ്, മെഡിക്കൽ റെക്കോർഡുകൾ, കമ്മ്യൂണിറ്റി ഓങ്കോളജി, ദന്തവിഭാഗം, എപ്പിഡെമിയോളജി, ഇമേജോളജി, വിവരങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനം, ലൈബ്രറി, മൈക്രോബയോളജി, ന്യൂക്ലിയർ മെഡിസിൻ, നഴ്സിംഗ് സേവനം, പാത്തോളജി, റേഡിയേഷൻ ഫിസിക്സ്, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ തുടങ്ങിയവയാണ് പ്രധാന വകുപ്പുകൾ. ക്യാൻസർ ചികിത്സയ്ക്ക് പല രീതികളാണ് പല രോഗികൾക്കും നടപ്പിലാക്കി വരുന്നത്. രോഗബാധയുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചായിരിക്കും ചികിത്സാ രീതിയിലും മാറ്റം ഉണ്ടാകുന്നത്. നിശ്ചിത സമയപരിധിക്കകം രോഗം ഭേദമാക്കുകയോ നിയന്ത്രണ വിധേയമാക്കുകയോ ആണ് പ്രധാനം. ഇത് രോഗലക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. RCC ഒരു റഫറൽ ആശുപത്രിയാണ്. അതുകൊണ്ട് ആർക്കും നേരിട്ട് RCCയിലേക്ക് വരാൻ സാധ്യമല്ല. അതിനുള്ള മാർഗമെന്ന് പറയുന്നത്, ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഏതെങ്കിലും ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ നിന്ന് RCCയുടെ പേരിൽ ഒരു റെഫറൽ കത്ത് ആദ്യം തന്നെ വാങ്ങുക. 2, ക്യാൻസറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, ബയോപ്സി റിപ്പോർട്ടോ അതുപോലെ CT സ്കാൻ്റെ MRI സ്കാൻ്റെ റിപ്പോർട്ട്, അതുപോലെയുള്ള ക്യാൻസറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, അതുപോലെ മറ്റ് മെഡിക്കൽ റെക്കോർഡുകൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച റെഫറൽ കത്ത്, ഈ പറഞ്ഞ രേഖകളുമായി രോഗി സഹിതം, പലപ്പോഴും സംശയമുള്ള ഒരു കാര്യം, രോഗി വരാതെ RCC രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കാൻ ഒരിക്കലും സാധ്യമല്ല. രോഗിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ RCCയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സമയമെന്ന് പറയുന്നത് രാവിലെ 7:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ RCC നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഈ വരുമ്പോൾ ചില കാര്യങ്ങളിലൂടെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പം ആധാർ കാർഡ്, അതുപോലെ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് തുടങ്ങിയ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ ആവശ്യമായ ചില രേഖകൾ കൂടി കൊണ്ടുവരുന്നത് പലപ്പോഴും നന്നായിരിക്കും. പുകവലി വിമോചന ക്ലിനിക്ക് എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഇവിടെ പ്രവർത്തിക്കുന്നു. ക്യാൻസർ രോഗമുണ്ടോ എന്ന് പരിശോധിച്ച് സംശയ നിവാരണത്തിനും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ചൊവ്വയും വ്യാഴവും ക്ലിനിക്ക് പ്രവർത്തിക്കുന്നു. തൈറോയ്ഡ് ആണോ എന്ന് പരിശോധിക്കുവാനുള്ള പ്രത്യേക ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാണ്. തൈറോയ്ഡ് ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി തിങ്കൾ മുതൽ ശനി വരെ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള റഫറൻസ് ലെറ്ററുമായി വന്നാൽ പരിശോധന ലഭ്യമാക്കും. അവയവാധിഷ്ഠിത ക്ലിനിക്കുകളാണ് ഏറെയും. ഇതിനായി ഡോക്ടർമാരുടെ പ്രത്യേക ടീം തന്നെയുണ്ട്. ക്യാൻസർ രോഗത്തിന്റെ ചികിത്സ ഒരു ഡോക്ടറിന് മാത്രമായി നൽകുവാനാകില്ല. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ചികിത്സ നടപ്പിലാക്കി വരുന്നത്. ക്യാൻസറുകൾ പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്നത് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ ചികിത്സ വളരെ കോംപ്ലിക്കേറ്റഡും വളരെ ചിലവേറിയതുമാണ്. അപ്പോൾ ക്യാൻസർ ഒന്നിൽ തടയണം, അല്ലെങ്കിൽ ആരംഭദശയിൽ കണ്ടുപിടിക്കണം. ആരംഭദശയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഉചിതമായിട്ട് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് എല്ലാ സൗകര്യങ്ങളുമുള്ള സർജറി, റേഡിയേറ്റ് തെറാപ്പി,
കീമോതെറാപ്പി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ഉള്ള ഒരു കോംപ്രിഹെൻസീവ് സെൻറ്ററിൽ പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സും വളരെ നന്നായിരിക്കും. ആരംഭദശയിൽ കണ്ടുപിടിക്കുന്ന ക്യാൻസറുകൾ ഉചിതമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നല്ലൊരു ശതമാനം വരെ ക്യൂർ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ ചെയ്തിരുന്നാലും കുറേ ക്യാൻസറുകൾ അഡ്വാൻസ് സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അവയ്ക്ക് നമുക്ക് ഒരു ക്യൂർ കൊടുക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്കൊരു പാലിയേറ്റീവ് കെയർ മാത്രമേ കൊടുക്കാൻ പറ്റൂ. RCC ക്യാൻസർ ഗവേഷണ രംഗത്തും പ്രവർത്തിക്കുന്നു. DM, MCH, MD തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകൾ ഉള്ള സെന്റർ ഓഫ് എക്സലൻസ് ആയി RCCയെ ഈയിടെ സർക്കാർ തെരഞ്ഞെടുത്തിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റേറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പ്രത്യേക പദവി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനം. ഈ പദ്ധതി പ്രകാരം 120 കോടി രൂപയുടെ അധിക സാമ്പത്തിക സഹായം ലഭ്യമാക്കുവാൻ കഴിയും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ലക്ഷദ്വീപ്, മാലി, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്തുന്നു. രോഗം ഭേദമായവരുടെ ഒരു സംഗമം വർഷവും ഇവിടെ നടത്താറുണ്ട്. അവരെ ഉൾപ്പെടുത്തി ക്യാൻസർ ബോധവൽക്കരണത്തിനൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. ക്യാൻസർ രോഗവിമുക്തരായ ആയിരക്കണക്കിന് പേരുണ്ടെങ്കിലും അവർ സമൂഹത്തിന് മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കുവാൻ വിമുഖത കാട്ടുന്നു. മരിക്കുന്നവരെക്കാൾ കൂടുതൽ രോഗവിമുക്തി നേടുന്നവരാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അതിനാൽ പൂർണ്ണമായും രോഗമുക്തമായവർ ബോധവൽക്കരണവുമായി മുന്നോട്ട് വരണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. പുകയിലയുടെ ഉപയോഗം, പിന്നെ നമ്മുടെ വ്യായാമം, ആഹാര രീതി, ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈലുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പുകയില ഉപയോഗിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പുരുഷന്മാരുടെ ഇടയിൽ ഏകദേശം 40% ക്യാൻസറുകൾ വരെ തടയുവാൻ പറ്റും. പിന്നെ ചില ക്യാൻസറുകൾ നമുക്ക് ആരംഭദശയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ, വായിലെ ക്യാൻസർ, സ്ത്രീകളിലുണ്ടാകുന്ന സെർവൈക്കൽ ക്യാൻസർ മുതലായവ ആരംഭദശയിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസറുകൾ ഏകദേശം പരിപൂർണമായിട്ട് ചികിത്സിച്ച് സുഖമാക്കുവാൻ പറ്റും. ഇങ്ങനെ ആരംഭദശയിൽ കണ്ടുപിടിച്ച് സുഖമാക്കുന്ന ക്യാൻസറുകളുടെ ചികിത്സ ലളിതവും അതിൻ്റെ ചെലവും വളരെ ചുരുങ്ങിയിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം RCCയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും KSRTC പ്രത്യേകം യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ രോഗികൾ വന്നിറങ്ങുന്ന തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 3 സർവീസുകളായി 22 ട്രിപ്പാണ് ഒരു ദിവസം നടത്തുന്നത്. മുൻപ് ബസ്സിൽ മെഡിക്കൽ കോളേജിൽ വന്നിറങ്ങിയ ശേഷം ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RCC വരെ യാത്ര ചെയ്യുന്നതിന് 12 രൂപയാണ് ബസ് നിരക്ക്. പുലർച്ചെ 3:15 ആദ്യത്തെ ട്രെയിൻ എത്തുന്നത്. തുടർന്ന് ഗുരുവായൂർ, മാവേലി, അമൃത, മംഗലാപുരം, മലബാർ എന്നീ ട്രെയിനുകളിൽ വന്നിറങ്ങുന്നവർക്കും KSRTCയുടെ ഈ സർവീസുകൾ ഏറെ പ്രയോജനം ചെയ്യുന്നു. കൃത്യസമയത്ത് ചികിത്സയ്ക്ക് എത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ RCC പോലെയുള്ള സ്ഥാപനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ രോഗികൾ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രോഗികൾക്ക് വന്നു പോകുക എന്ന് പറയുന്നത് യാത്രാ ചെലവ് ഒരു ചെറിയ കാര്യമല്ല. യാത്രാ ചെലവ്, വലിയ യാത്രാ ചെലവ് ഉള്ളതുകൊണ്ട് ഇനി പോകുന്നില്ല എന്ന് വെക്കുന്ന രോഗികൾ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കില്ല, ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇപ്പോൾ അതിന് ഒരുപാട് സമാധാനമുണ്ട്. കാരണം കേരളത്തിൽ എവിടെയുള്ള രോഗികൾക്കായാലും ശരി, കേരളത്തിന് പുറത്തുള്ള രോഗികൾക്കായാലും ശരി, RCCയിൽ വന്നിട്ട് ചികിത്സ എടുത്തിട്ട് പോകാൻ റെയിൽവേ പാസ് സൗജന്യമായിട്ട് കിട്ടും. രോഗികൾക്കും രോഗിയുടെ കൂടെ ഒരാൾക്കും യാത്രാ സൗജന്യം കിട്ടാനുള്ള സംവിധാനമുണ്ട്. അതിനുവേണ്ടി ഓരോ പ്രാവശ്യം ഓരോ യാത്രയ്ക്കും അവർ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് RCCയിൽ റെയിൽവേ പാസിനുള്ള പ്രത്യേക കൗണ്ടറുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് RCCയിൽ നിന്ന് പോകാനും തിരിച്ച് RCC വരാനുമുള്ള, അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, രോഗിയുടെ വീടിൻ്റെ തൊട്ടടുത്ത സ്റ്റേഷനിലേക്കായിരിക്കും കൊടുക്കുക. മറ്റൊരു സംശയം, ഈ ഒരു പാസ് വെച്ച് മറ്റ് യാത്രകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഓരോ യാത്രയ്ക്കും RCCയിൽ ഇന്ന ദിവസം വന്നെന്നും ഇന്ന ദിവസം വരണമെന്നും പറഞ്ഞ് കാണിച്ച് അങ്ങനെ കൂടുന്ന സർട്ടിഫിക്കറ്റാണത്. ആ സർട്ടിഫിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലെ കൗണ്ടറിൽ കാണിച്ചാൽ അവർക്ക് ടിക്കറ്റിന് ഇളവ് കിട്ടും. അതുപോലെ കൂടെ ഒരാൾക്കും കൺസെഷനോട് കൂടി തന്നെ യാത്ര ചെയ്യാനുള്ള സംവിധാനമുണ്ട്. RCCയെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തം. അത്യാഹിത വിഭാഗം ആരംഭിച്ചു. കീമോതെറാപ്പി 24 മണിക്കൂറായി വർദ്ധിപ്പിച്ചു. RCCയുടെ ഇൻഷുറൻസ് പദ്ധതിയായ ക്യാൻസർ കെയർ ഫോർ ലൈഫിലേക്ക് കൂടുതൽ പേരെ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞു. ഇതെല്ലാം നേട്ടങ്ങൾ തന്നെയാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തോട് അനുബന്ധിച്ചുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ക്യാൻസർ തടയാൻ പറ്റുന്ന ക്യാൻസറുകൾ തടയുക,
ആരംഭദശയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാൻസർ കണ്ടുപിടിച്ച് അതിന് ഉചിതമായ ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ളത്. ചികിത്സാ സൗകര്യങ്ങളും മറ്റും കൂടുതൽ പേർക്ക് ലഭ്യമാക്കുവാനായി അത്യാധുനിക സൗകര്യത്തോടെയുള്ള 10 നില മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെ RCCയെ സ്റ്റേറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തുവാൻ സാധിച്ചു. ഇതിനായി 120 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം RCC. പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിഞ്ഞാൽ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗം മാത്രമാണ് ഇന്ന് ക്യാൻസർ. വി ക്യാൻ, ഐ ക്യാൻ. ശരിക്കും ലോകാരോഗ്യ സംഘടനയുടെ ഈ മോട്ടോ ഈ കാലഘട്ടത്തിന് അനുസൃതമാണ്. മറ്റൊരു വിഷയവുമായി ഫോർ ദ പീപ്പിൾ അടുത്തയാഴ്ച എത്തും. അതുവരേക്കും നമസ്കാരം.